ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം മുഴുവൻ കേരളക്കരയെ മുൾമുനയിൽ നിർത്തിയ രണ്ട് വിദ്യാർത്ഥികളുടെ തിരോധാനം. മലപ്പുറം താനൂരിൽ നിന്ന് 17 വയസ്സെന്ന് വീട്ടുകാർ പറയുന്നു, 18 വയസ്സെന്ന് പെൺകുട്ടികൾ പറയുന്നു. രണ്ട് പെൺകുട്ടികൾ മുംബൈ പോലെയുള്ള മഹാനഗരത്തിൽ നിന്ന് അവരെ പോലീസിൻ്റെയും മീഡിയയുടെയും സമയോചിതമായ ഇടപെടൽ നിമിത്തം, വളരെ ജാഗ്രതയോടുള്ള ഒരു അന്വേഷണ നിമിത്തം മറ്റ് കരങ്ങളിലേക്കൊന്നും പോകാതെ, നാശങ്ങളൊന്നും സംഭവിക്കാതെ അവരെ കണ്ടുകിട്ടുവാൻ തക്കവണ്ണം ആശ്വാസകരമായ ഒരു വാർത്ത നാം കേൾക്കുകയുണ്ടായി. മക്കളെ വളർത്തുന്ന ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ തീ കോരിയിടുന്ന നിലയിലാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുഞ്ഞുങ്ങളുള്ള ഭവനങ്ങളിലുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് വളരെ ഒരു ഭയത്തോടു കൂടിയ ഒരു വേദന എല്ലാവരെയും ഗ്രസിച്ചിരിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളിപ്പോൾ ആർക്കും പിടിതരാത്ത രീതിയിൽ, ആരെയും അനുസരിക്കാത്ത രീതിയിൽ ഒരു വല്ലാത്ത ഒരു മായാലോകത്തിൽ കുഞ്ഞുങ്ങൾ അകപ്പെട്ട മാതിരി ഇരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് 10 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തതായിട്ട് കാണുന്നു. പലതരത്തിലുള്ള ചതിയിലും വഞ്ചനയിലും എല്ലാം പെൺകുഞ്ഞുങ്ങൾ വേഗത്തിൽ പോയി ചാടുന്നു. ഏതെങ്കിലും ട്രാപ്പിൽ അവരെ പെടുത്തിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് കാണാതാകുന്ന കുട്ടികൾ 2016 മുതൽ 2022 വരെയുള്ള ഒരു കണക്ക് നമുക്ക് ലഭിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് മാത്രം 2016 to 22 വരെയുള്ള കേസുകളിൽ 80% 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളെയാണ് കാണാതാകുന്നത്. ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. 13% മാത്രമാണ് 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും കാണാതാകുന്നതും. എന്നാൽ 9 വയസ്സിൽ താഴെ 2% മാത്രമാണ് ഉള്ളത്. 2018 മുതൽ 2022 വരെയുള്ള കണക്ക് വെച്ചിട്ട് 6026 കുട്ടികളെ കാണാതായതിൽ 3311 പേര് പെൺകുട്ടികളാണ്. അപ്പോൾ ഏകദേശം ഒരു തുല്യ അളവിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആളുകളെ, വളരെ ചെറുപ്പക്കാരെ കാണാതാകുന്നുണ്ട്. പ്രത്യേകിച്ച് 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും കാണാതായി പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തയ്യാറാക്കിയ രേഖകളിൽ നിന്നുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചു കേട്ടത്. അതായത് ശരാശരി ഒരു ദിവസം 3 കുട്ടികൾ വീതം കാണാതാകുന്നുണ്ട്. പല കാരണങ്ങളാണ് അതിനെ പറയുന്നത്. ഒന്ന്, വീട്ടിലെ പ്രശ്നങ്ങൾ, പഠനത്തിലുള്ള സമ്മർദ്ദം, ഓൺലൈൻ ഗെയിമുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ, അങ്ങനെയൊക്കെയാണ് കാണാതാകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2016 63,401 കുഞ്ഞുങ്ങളെ കാണാതായിട്ടുണ്ട്. 2017 60,653 കുഞ്ഞുങ്ങൾ, 2018 67,134 കുഞ്ഞുങ്ങൾ, 2019 73,546 കുഞ്ഞുങ്ങൾ, 2020 59,262, 2021 50,000-ഓളം കുട്ടികൾ. അതിനുശേഷമുള്ള കണക്കുകൾ ലഭിച്ചിട്ടില്ല. ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് പറയുന്നത്, 1 ദാരിദ്ര്യം, 2 ബാലവേല, 3 മനുഷ്യക്കടത്ത്, വീട്ടിലെ പ്രശ്നങ്ങൾ, ഓൺലൈൻ തട്ടിക്കൊണ്ട് പോകുന്നതിനകത്തുണ്ട്. എല്ലാം തനിയെ കുഞ്ഞുങ്ങൾ പുറപ്പെട്ടു പോകുന്നത് മാത്രമല്ല, തട്ടിക്കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. കാണാതാകുന്ന കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, അവരെ വേട്ടയാടി പിടിക്കുന്ന ധാരാളം ആളുകൾ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം രാത്രി കാലത്തിൽ തമ്പടിക്കുന്നുണ്ട്. വരാക്കരയിൽ നിന്ന ഒരു കുഞ്ഞിനെ ചില വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയപ്പോൾ, ഒരു യൗവനക്കാരനെ 13 വയസ്സുള്ള ഒരു പള്ളിപ്പെരുന്നാൾ സമയത്ത് കാണാതെ പോയപ്പോൾ, ഞാനും വേറൊരു സഹോദരനും കൂടി അന്വേഷിച്ച് ഞങ്ങൾ തൃശ്ശൂരെല്ലാം പോകുമ്പോൾ, തൃശ്ശൂർ രാത്രി 12 മണിക്കെല്ലാം ഭയാനകമായ അവസ്ഥയിലാണ് ശക്തനമ്പല സ്റ്റാൻഡിൽ ചില ആളുകൾ ഞങ്ങളെ എതിരിടാനായിട്ട് വന്നത്. അവിടെ കള്ളും കുടിച്ച് കഞ്ചാവ് ഒഴിച്ച് നടക്കുന്ന മധ്യവയസ്കരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവരെ പിച്ച് ചീന്തിക്കളയും. കാണാതാകുന്ന കുട്ടികളെ അവർ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നിർബന്ധിച്ച് ബാലവേല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട്, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്ന ദയനീയമായ കഥകൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വീട് വിട്ടിറങ്ങിയ കുഞ്ഞുങ്ങൾ തെരുവിൽ അലയേണ്ടതായിട്ട് വരും. കാരണം ചിലർ പണം കൊണ്ടുപോയി. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പണം വന്നു എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചതെന്ന് അറിയില്ല. അവർ പറയുന്നത് മുടി സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ സമ്മതിച്ചില്ല, പുരികം ത്രെഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ സമ്മതിച്ചില്ല. പുരികം ത്രെഡ് ചെയ്യാനും മുടി സ്ട്രൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ മുംബൈയിൽ പോയി ഒരു ബ്യൂട്ടി പാർലറിൽ കയറി അത് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമൊന്നുമല്ല. കാരണം അതവരെ ആൾമാറാട്ടം നടത്താൻ വേണ്ടി ചെയ്താൽ, അവരെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രൂപമാറ്റം നടത്തിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അവർ പ്ലാൻ ചെയ്ത് തന്നെ പണമെല്ലാം സംഘടിപ്പിച്ച് തന്നെയാണ് പോയത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. വീട് വിട്ടിറങ്ങിയ കുഞ്ഞുങ്ങൾ തെരുവിൽ അലയേണ്ടതായിട്ട് വരും. കയ്യിലുള്ള പണമൊക്കെ വേഗത്തിൽ തീർന്നു പോകും, അല്ലെങ്കിൽ രാത്രിയിൽ ആളുകൾ പിടിച്ചു പറിച്ച് കൊണ്ടുപോകും. ആൺകുട്ടികളാണെങ്കിലും
പെൺകുട്ടികളാണെങ്കിലും അവരുടെ കയ്യിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോകാനുള്ള ധാരാളം ആളുകൾ രാത്രി കാലങ്ങളിൽ ഒളിഞ്ഞു നടക്കുന്നുണ്ട്. കള്ളന്മാരും പിടിച്ചുപറിക്കാരുമായിട്ടുള്ള ആളുകൾ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം നിറയിരിക്കുന്നുണ്ട്. എത്രമാത്രം പോലീസ് സ്ക്വാഡുകളൊക്കെ പ്രവർത്തിച്ചാൽ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന ധാരാളം ആളുകൾ അങ്ങനെ ഉള്ള തെരുവിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ വീട് വിട്ടിറങ്ങുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലുള്ള പണമെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ പച്ചവെള്ളം കുടിച്ചും ഭിക്ഷ ആഴ്ചയെല്ലാം നടക്കുക. അവർക്ക് ആരും ഒന്നും കൊടുക്കില്ല. കാരണം അങ്ങനെയൊന്നും ചെന്ന് ചോദിച്ചാലൊന്നും ആരും ഒന്നും കൊടുക്കില്ല. അവർക്ക് ഭയങ്കരമായ മാനസിക ആഘാതങ്ങൾ അവരകപ്പെടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചതിക്കുഴിയിൽപ്പെട്ട് ഇവരെല്ലാം ഇങ്ങനെ പുറപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2019 പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായി. ആ കേസ് പോലീസ് അന്വേഷിച്ച് പിന്നീട് ക്രൈംബ്രാഞ്ചിന് ആ കേസ് വിടുകയുണ്ടായി. ക്രൈംബ്രാഞ്ച് ആ കുട്ടിയെ 3 വർഷത്തിന് ശേഷം മധുരയിലെ ഒരു വാടക വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ടാണ് ആ യുവതിയെ കണ്ടെത്തിയത്. ഈ 14 വയസ്സുള്ള കുട്ടി അതിനെ കണ്ടെത്തുമ്പോൾ അതിൻ്റെ കയ്യിൽ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അതിൻ്റെ ഭർത്താവിനെ കണ്ടു കിട്ടിയില്ല. അതിൻ്റെ അവസ്ഥയൊക്കെ എത്രയോ ഒരു വാടക വീട്ടിൽ നിന്നാണ് കണ്ടത്. എത്രയോ ദുരിതപൂർണ്ണമായി തീർന്നിരിക്കും അതിൻ്റെ അവസ്ഥ. ഈ വീഡിയോ കാണുന്ന യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകുന്നത് സുരക്ഷിതമല്ല, 100% സുരക്ഷിതമല്ല. കാരണം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് നിങ്ങൾ ചെന്നെത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഭാഷ അറിയില്ല എന്നുള്ള അറിയാവുന്ന ആളുകൾ, നിങ്ങളെ ഫോളോ ചെയ്യുന്ന അനേക കണ്ണുകൾ, നിങ്ങളെ പിന്തുടരുന്ന അനേക കണ്ണുകളുണ്ടാവും. നിങ്ങൾ പോലും അറിയില്ല. ഒരു പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പരിചയം നടിക്കും. മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ രൂപത്തിൽ തന്നെ വന്ന് മലയാളം സംസാരിച്ച് നിങ്ങളെ സഹായിക്കാമെന്ന വ്യാജേന ഒപ്പം കൂട്ടുകയും നിങ്ങളെ കൊണ്ടുപോയി ഏതെങ്കിലും സെക്സ് റാക്കറ്റിന് കൈമാറുകയും അവർ പണം വാങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളെ അവയവ കച്ചവടത്തിനായിട്ടും അടിമ വേലയ്ക്കായിട്ടും നിങ്ങളെ അവർ കൊണ്ടുപോകും. നിങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത് 100% ശരിയാണ്. എത്ര പോലീസുകാരുണ്ടെങ്കിലും എത്ര സ്ക്വാഡുകളുണ്ടെങ്കിലും എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടെങ്കിലും വീട് വിട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല. അവർ തെരുവോരങ്ങളിൽ അലയും. അവർ തനിയെ പകലും രാത്രിയും കഴിച്ചു കൊണ്ടേണ്ടി വരുമ്പോൾ അവരാകെ ഭയങ്കരമായ ഒരു അവസ്ഥയിലായി തീരുകയും ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. ആരെ സഹായത്തിനായിട്ട് അവർ ശ്രമിച്ചാലും ഒരു 90% ആളുകളുടെ കയ്യിൽ അവർ ചെന്നുപെടുന്നത് ഒരു പക്ഷേ പലരും ഗവനിക്കാതെ മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കാം. എന്നാൽ അവരിങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി ചാടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുടെ ഭാവി ഉറപ്പായിട്ടും നാശമാകും എന്നുള്ളതിന് യാതൊരു സംശയം. ഇന്ന് അവയവ കച്ചവടം ധാരാളമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ എല്ലാം അവയവങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട്. അവരെ തട്ടിക്കൊണ്ടുപോയി, ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തട്ടിക്കൊണ്ടുപോയി അവയമാഫിയ അതിന് നോക്കിയിരിക്കുകയാണ്. എവിടുന്നെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ നിന്നോ അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ നിന്നോ കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടുപോയി അവരുടെ അവയവങ്ങൾ തട്ടിയെടുത്താൽ കോടികൾ അവർക്ക് ലഭിക്കും. നമുക്ക് ഈ കുട്ടിക്ക് ഒന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. കുട്ടിയുടെ കണ്ണെടുക്കും, കുട്ടിയുടെ കരളെടുക്കും, കുട്ടിയുടെ കിഡ്നി എടുക്കും. ഇതെല്ലാം അവർ നല്ല വിലയ്ക്ക് ഇതിൻ്റെ ഇമ്മീഡിയറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട്, ആശുപത്രികളെല്ലാം ഉണ്ട്. അവർക്കത് കൈമാറുകയും വലിയ പണക്കാർക്ക് അവർ വലിയ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്യും. ഒടുവിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ മുൻപിലോ ഒരു പള്ളിയുടെ മുൻപിലോ അവർ ബാലവേലയ്ക്കോ ഭിക്ഷവേലയ്ക്കോ ഒക്കെ ആയിരിക്കും നിങ്ങളെ ലൈംഗികപരമായിട്ട് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യും. അതും അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ചുവന്ന തെരുവിൽ അവർ വിൽക്കുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വീട് വിട്ട് പോകുന്നത് സുരക്ഷിതമാണെന്ന് ധരിക്കല്ലേ, നീ സ്വാതന്ത്ര്യത്തിലേക്കാണെന്ന് ധരിക്കല്ലേ, അത് നീ അടിമത്തത്തിലേക്കുള്ള പോക്കാണ്. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ പറയുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. ദൈവം പ്രധാനമായിട്ട് 10 കൽപ്പനകൾ കൊടുത്തു. എന്നാൽ 600-ലധികം വേറെ കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകളിൽ വാഗ്ദത്തമുള്ള ഏക കൽപ്പന എന്ന് പറയുന്നത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവന് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1 നന്മയുണ്ടാകും, 2 ദീർഘായുസ് ഉണ്ടാകും. അപ്പനെയും അമ്മയും ധിക്കരിച്ച് നീ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ നിൻ്റെ ജീവിതം പോവുകയാണ്. നിനക്ക് നന്മ ഉണ്ടാകുകയില്ല, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുകയില്ല. ദൈവം വെച്ചിരിക്കുന്ന ആയുസിന് മുമ്പ് തന്നെ നിൻ്റെ ജീവിതം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വളരെ ജാഗ്രതയായിരിക്കണം. നിൻ്റെ അപ്പനെയും അമ്മയും സ്വാതന്ത്ര്യം തരുന്നില്ല, നിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവർ നിന്ന് തരുന്നില്ല എന്നുള്ള വിചാരത്തോടു കൂടി നീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഉറപ്പായിട്ട് നീ ചെന്ന് ചാടുന്ന ചതിക്കുഴിയിലായിരിക്കും. ഞാനൊരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചായക്കട നടത്തുന്ന ഒരാളെ, ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചായക്കട നടത്തുന്ന ഒരാളെ കണ്ടു. ആ ചേട്ടൻ വളരെ ദുഃഖിതനായിട്ടും ക്ഷീണിതനായിട്ടും ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? മുൻപ് നിങ്ങൾ വളരെ ഊർജ്ജസ്വലനായിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ആ മകൻ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? അവൻ കുറേ കൂട്ടുകാരുടെ എല്ലാം കൂടെ പോയി മോശമായ നിലയിലേക്ക് പതുക്കെ പോകാനായിട്ട് ആരംഭിച്ചു. ഞാൻ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, ചായക്കട സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ചായക്കട അടയ്ക്കുമ്പോൾ 7 മണിയാവും. എനിക്ക്
വളരെ വർക്കുണ്ട്. ഒന്ന് ക്ഷീണിച്ച് വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വെച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത സമയത്ത് അവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഷർട്ടും പാൻറ്റും തേച്ച് വെക്കണം, എനിക്ക് ഉത്സവമുണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, മോനെ ഞാൻ ഇത്രയും രാവിലെ വന്നതാണ്, ഇതുവരെ എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല, ഞാനൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, ഒരു ഷർട്ടും പാൻറ്റും അല്ലേ, നീ അത് തന്നെ തേക്ക്. അപ്പോൾ ഈ മകൻ പറഞ്ഞു, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ വരുമ്പോൾ ഷർട്ടും പാൻറ്റും അവിടെ അയൺ ചെയ്ത് വെച്ചിരിക്കണം. ആ പിതാവ് വളരെ ദുഃഖിതനായിട്ട് വളരെ ക്ഷീണത്തോടെ അവൻ തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, ഒരുപക്ഷെ ഒരു മണിക്കൂറിനുള്ളിൽ സംഭവിച്ചൊരു കാര്യം, അവൻ ആ പോകുന്ന പോക്ക് ആ ബൈക്ക് ഒരു വലിയ ലോറിയിലിടിച്ച് അവൻ ആക്സിഡൻ്റായിട്ട് മരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. സ്വന്തം പിതാവിനെതിരെ, സ്വന്തം മാതാവിനെതിരെ നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് എവിടെ പോയി രക്ഷപ്പെടുവാനായിട്ടാണ്? എവിടെയും പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള വാഗ്ദത്തമുള്ള ആദ്യത്തെ കൽപ്പനയാണത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ മാനസാന്തരപ്പെടുക. നീ ഒരു യുവാവോ ഒരു യുവതി ആയിക്കോട്ടെ, നിൻ്റെ വീട് വിട്ട് നീ ഇറങ്ങിയാൽ നീ സുരക്ഷിതനല്ല എന്നുള്ള 100% ഉറപ്പാണ്. അനേക അനുഭവങ്ങൾ ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുണ്ട്. അത് പോകെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറയാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാകാം, നിങ്ങളെ പെടുത്തിയിട്ടുണ്ടാകാം. ഒന്നും കുഴപ്പമില്ല. നിങ്ങളുടെ പിതാവിനോടും മാതാവിനോടും പറയുക, നിങ്ങളുടെ വാർഡ് മെമ്പറോട് പറയുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ അവരോട് പറയുക, വിശ്വാസമുള്ള നിങ്ങളുടെ അധ്യാപകരോട് പറയുക. നിങ്ങളെ ആ ട്രാപ്പിൽ നിന്ന് അവർ നിങ്ങളെ മോചിതരാക്കും. നിങ്ങളൊന്നുമല്ലെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ സങ്കടവും അവിടെ അവതരിപ്പിക്കുക. നിങ്ങൾക്ക് സഹായത്തിനായിട്ട് പോലീസുകാരും ഗവൺമെൻറ്റും എല്ലാം ഉണ്ട്. നിങ്ങൾ വീട് വിട്ട് തനിയെ ഇറങ്ങിപ്പോകില്ലേ? അതൊരിക്കലും സുരക്ഷിതത്വമല്ല. ഇന്ന് ഈ വചനങ്ങൾ, ഈ വാർത്തകളെ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കൽ സുരക്ഷിതരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അരക്ഷിതമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവമേ ഞങ്ങളായിരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ആരും മാതാപിതാക്കളെ വിട്ട് ഭവനം വിട്ട് ഇറങ്ങി ഓടുവാൻ ഇടയാകാതെ വേണം കർത്താവെ. അത് വലിയ കഷ്ടവും വലിയ അപകടവുമാണല്ലോ കർത്താവെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തടുത്തുകൊള്ളണമേ. മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന വലുതാണല്ലോ കർത്താവെ. അതുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്നേഹത്തിൻ്റെ നാമ്പുകൾ വീട്ടിൽ കൂടുതലായിട്ട് ഉടലെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് കരുണ കാണിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഖത്തെടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.